ഹലോ ഫ്രണ്ട്സ്, അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നാണ് ഡോക്ടറെ കാണിച്ചതിൻ്റെ റിസൾട്ട് കിട്ടുന്ന ഡേ. അപ്പം ഞാനും അമ്മയും 6:45 വീട്ടിൽ നിന്ന് ഇറങ്ങി. 6:55 അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ബസ്സിലൊക്കെ കയറി നേരെ വിട്ടു മാനാഞ്ചിറയിലേക്ക്. മാനാഞ്ചിറയിൽ നിന്ന് പുതിയപ്പ ബസ്സോ ഗാന്ധി റോഡ് ബസ്സോ കിട്ടുമോയെന്ന് നോക്കി ഇങ്ങനെ നിന്ന് നോക്കിയപ്പോൾ എന്താ ഒരു ബസ്സില്ല, എല്ലാം മെഡിക്കൽ കോളേജ്. അങ്ങനെ ലാസ്റ്റ് നിവർത്തിയിട്ട് ഞങ്ങൾ ഓട്ടോയിൽ കയറി നേരെ പോയി. കാരണം ഇനിയിപ്പോൾ ലേറ്റായി അവിടെ നിന്നാൽ ഞങ്ങൾക്ക് ടോക്കൺ കിട്ടുമല്ലോ. ഞങ്ങൾ വേഗം അവിടെ നിന്ന് വിട്ടു. അങ്ങനെ ഇതാ ബീച്ച് ഹോസ്പിറ്റലിലെത്തി ഗൈസ്. അങ്ങനെ വേഗം ആ വരി നിന്ന് 7:30 ഞങ്ങൾ വരിക്ക് നിന്ന് ഫുള്ള് ആൾക്കാരെ കണ്ട എവിടെ എത്തിക്കണമെന്ന് അറിയാം. പിന്നെ അതുമല്ല, കൗണ്ടർ തുറക്കണമെങ്കിൽ 8 മണിയാവും. അതുവരെ ഞങ്ങൾ അവിടെ നിന്ന് അമ്മ കുറച്ച് നേരം അങ്ങോട്ട് പോയി ഇരിക്കാൻ പോയി. നല്ല കാല് കടച്ചിലുണ്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പം ഞങ്ങൾ ഇതാ എത്താനായി. ഇപ്പം ടൈം 8:44 കണ്ട ഗൈസ്. ഞങ്ങൾ എപ്പോൾ വന്ന് നിൽക്കണമെന്ന് അറിയാം. അങ്ങനെ ഇതാ ഞങ്ങൾ OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങോട്ട് കയറി. ലാസ്റ്റ് OP ടിക്കറ്റും എടുത്ത് ഞങ്ങൾ നേരെ ഇറങ്ങി റിസൾട്ട്. അങ്ങനെ അവിടെയും 5 നിന്ന്. ഇത് മറ്റേ വിറ്റാമിൻ ഡിന്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞങ്ങൾ നേരെ നെക്സ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഓടി ചെന്ന് പോയപ്പോഴോ അവിടെ ലേറ്റ് ആവും റിസൾട്ടിന്റെ അത് കിട്ടാനെന്ന് പറഞ്ഞിട്ട് ആ ഒരു പേപ്പറും മേടിച്ച് ഒരവിടെ വെച്ച്. അങ്ങനെ ഞങ്ങളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ റിസൾട്ടിന്റെ അത് നോക്കുമായിരുന്നു. നോക്കുമ്പോൾ വിറ്റാമിൻ ഡി വളരെയധികം കുറവാണ്. അങ്ങനെ അത് നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ പേര് വിളിച്ചു. അപ്പം പേര് വിളിച്ച റിപ്പോർട്ടൊക്കെ കിട്ടി ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വന്ന്. ഡോക്ടർ പറഞ്ഞത് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ വിറ്റാമിൻ ഡി വളരെയധികം കുറവാണ്. ഞാൻ ചേച്ചി വീട്ടിനോട് ചോദിച്ചിട്ട് നേരത്തെ അറിഞ്ഞിരുന്നത് അത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞത് മുട്ടനും മഞ്ഞയും മീനും പാലും ഒക്കെ കുടിക്കാൻ പറഞ്ഞേക്കണേ. ഇപ്പൊ ഇതാ ഞങ്ങൾ ടോക്കൺ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ടോക്കൺ നിന്നായിരുന്നു. അങ്ങനെ അവിടെ ഒറ്റൊരു മരുന്നുള്ളത് പറഞ്ഞപ്പോൾ ഒരു മരുന്ന് പുറത്തുനിന്ന് മേടിക്കണം. അങ്ങനെ ടോട്ടൽ എനിക്ക് 3 മരുന്നാണ് കേട്ടോ. അങ്ങനെ മരുന്നൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. ഒന്നും കഴിച്ചില്ലായിരുന്നു രാവിലെ ഒരു സ്പെഞ്ചും അമ്മ ഒരു എന്തോ ഒരു നുറുക്ക് പോലത്തെ ഒരു സംഭവം അതും കഴിച്ചു പോകുന്നതാണ്. അപ്പം ഞാനും അമ്മയും വെള്ളാപ്പവും മീൻകറിയും മേടിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് അന്ന് ബീഫ് വാങ്ങി ആ ഒരു പീടിയെ തന്നെ കേട്ടോ. പക്ഷെ ഇവിടുത്തെ മീൻകറി നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് മീൻകറിയും വെള്ളാപ്പവും വാങ്ങിച്ചു. പിന്നെ എനിക്ക് അമ്മ പാലും മേടിച്ചത്. അങ്ങനെ ബില്ലൊക്കെ അടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓട്ടോ കയറാൻ പോയിട്ടാ. ഓട്ടോ കയറി ഞങ്ങൾ മാനാഞ്ചിറ വരേക്കും പറഞ്ഞു. പക്ഷെ മാനാഞ്ചിറല്ലേ, ഞങ്ങൾക്ക് മാങ്കാവ് വരെ പോണായിരുന്നു. പക്ഷെ ആ കാര്യം അതുകൊണ്ട് ഞങ്ങൾ മാനാഞ്ചിറ ഇറങ്ങിയിട്ട് അപ്പോഴാണ് അമ്മ പറയുന്നത് മാങ്കാവ് പോകണം. അങ്ങനെ ഞങ്ങൾ വേറെ ഓട്ടോ കയറിയിട്ട് നേരെ മാങ്കാവിലേക്ക് വിട്ട്. മാങ്കാവ് പോയിട്ട് ചേച്ചീൻ്റെ ഒരു ബാങ്കിലൊന്നും ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടി പോയതായിരുന്നു. അങ്ങനെ മാങ്കാവിൽ അവിടെയും ബസ്സിന് കാത്തുനിന്ന് ഞങ്ങൾ ഈ പോയ ബസ് തന്നെ ഞങ്ങൾക്ക് തിരിച്ചും ഇങ്ങോട്ട് കിട്ടി. അതുകൊണ്ട് സുഖമായി. അങ്ങനെ ഇതാ ഞാൻ കോൾഡ് കോഫി വാങ്ങിച്ച് നേരെ ഇതാ വീട്ടിലേക്ക് കയറുകയാണ് ഗൈസ്. അപ്പം ഗൈസ് വീട്ടിലെത്തി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ബൈ ടാറ്റാ.